ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 ആണ്. സെബി ആക്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. Security Exchange Board of India Act 1992 came into force on 30th January 1992. അപ്പോൾ 1992 ജാനുവരി 30-നാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്, ഈ നിയമം നിലവിൽ വരുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ മുഴുവൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് സെബി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിന് കീഴിൽ അവർ ഒരു ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബോർഡാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സെബി എന്ന് പറയുന്നത് സെബി ആക്ട് 1992 കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് സെബി. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു റെഗുലേറ്ററി ബോർഡാണ് സെബി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റ് അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. ദെൻ സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1992. 1992 ഏപ്രിൽ 12 സെബി ആക്ടിന് കീഴിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് സെബി എന്ന് പറയുന്നത്. ദെൻ സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതുപോലെ തന്നെ അതിന് ഇന്ത്യയിലെ മേജർ സിറ്റികളായിട്ടുള്ള ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, അഹമ്മദാബാദ് ഇവിടെയൊക്കെ അതിന് റീജിയണൽ ഓഫീസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെബി കവർ ദ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെബി കവർ ചെയ്യുന്നുണ്ട്. കാരണം ന്യൂഡൽഹിയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും അഹമ്മദാബാദിലുമാണ് ഇതിൻ്റെ 4 റീജിയണൽ ഓഫീസസ് വരുന്നത്. ദെൻ ഇതിനൊക്കെ പുറമെ ഇറ്റ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് ലോക്കൽ ബ്രാഞ്ച് ഓഫീസസ് ഇൻ പ്രൊമിനൻ്റ് ഇന്ത്യൻ സിറ്റീസ്. അപ്പോൾ ഒരുവിധം പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റികളിലെല്ലാം തന്നെ ഇതിൻ്റെ ലോക്കൽ ബ്രാഞ്ചുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സെബിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. ഇപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ പറഞ്ഞതാണ് അത് കൺട്രോൾ ചെയ്യുന്നതിന്, സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വന്നിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് എന്തു പറയാം? റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ? അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെയും ഫങ്ഷനിങ്, അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെബി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെബിയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടീസിനും
അവർക്ക് എഫിഷ്യൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇഷ്യൂവർ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതായത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന ആൾ, അവരെയാണ് നമ്മൾ ഇഷ്യൂവർ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയും. ദാറ്റ് മീൻസ് കമ്പനീസ്. അപ്പോൾ കമ്പനീസിനെ ഈസി ആൻഡ് കോൺഫിഡൻറ്റ് മാനറിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് സെബിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് സെക്യൂരിറ്റി മാർക്കറ്റ് മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? പ്രൊട്ടക്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്, അല്ലേ? ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ്, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആബ്സെൻസിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്, അല്ലേ? ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ ഒരു ക്യാപിറ്റൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് മീനിങ്ലെസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ നിക്ഷേപകരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം ദ റോങ് ഇൻഫോർമേഷൻ ഗിവൺ ബൈ ദ കമ്പനീസ് ഇൻ ദയർ പ്രോസ്പെക്ടസ്, അല്ലേ? ഇപ്പോൾ കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് അവരെ ഇഷ്യൂ ചെയ്യാറുണ്ട്, അല്ലേ? സെക്യൂരിറ്റീസൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അവർ ഫണ്ട് സമാഹരിക്കുന്നത്. അപ്പോൾ ആ പ്രോസ്പെക്ടസിലെ കമ്പനിയുടെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ചതിക്കാം അല്ലെങ്കിൽ വഞ്ചിക്കാം. അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രോസ്പെക്ടസിൽ നൽകിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിക്കുക, അപ്പോൾ അതിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഡെലിവറി, റിസ്ക് ഓഫ് പേയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംരക്ഷിക്കണം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഹെൻസ് ദ ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സെബി ഈസ് ടു പ്രൊട്ടക്റ്റ് ഓർ പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സെക്യൂരിറ്റി നൽകുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ തേർഡ് വൺ പറയുന്നത് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വരുന്നുണ്ട്. അതായത് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഇൻ്റർമീഡിയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സെബിയുടെ എയിം ആണ്. അപ്പോൾ ഇവരുടെ വർക്ക് ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയും സബ് ബ്രോക്കേഴ്സിൻ്റെയും ഏജൻറ്റുകളുടെയും ബാങ്കേഴ്സിൻ്റെയും അണ്ടർ റൈറ്റേഴ്സ്, ഇപ്പോൾ ഇവരുടെയൊക്കെ രജിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്, ദെൻ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്, അതൊക്കെ സെബിയാണ്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻ്റർമീഡിയറീസിൻ്റെയും ഇടനിലക്കാരുടെയും അവരുടെ രജിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതും സെബി ആണ്. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ വരുന്ന ഈ ഇൻ്റർമീഡിയറീസിനെ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? സെബിയെ പോലുള്ള ഒരു ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് പറയാം? ചെക്കിംഗ് ദ ഇൻസൈഡർ ട്രേഡിങ്. ചെക്കിംഗ് ദ ഇൻസൈഡർ ട്രേഡിങ്. ഇൻസൈഡർ ട്രേഡിങ് ചെക്ക് ചെയ്യുക.
അപ്പം അത് പരിശോധിക്കുക, അതും സെബിയുടെ ഒരു ലക്ഷ്യമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള സീക്രട്ട് ഇൻഫോർമേഷൻസൊക്കെ, സെൻസിറ്റീവ് ഇൻഫോർമേഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, അതുപോലെ തന്നെ കമ്പനിയിൽ അവരുടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്, അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ ഈ കോർപ്പറേറ്റിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജനറൽ പബ്ലിക്കിനെ ലഭ്യമാകാത്ത, അതേസമയം കമ്പനിയിലെ വരുന്ന, ഇപ്പോൾ കമ്പനിയിലെ കീ മാനേജീരിയൽ പേഴ്സൺസിനൊക്കെ ഈ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ, കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഷെയറിൻ്റെ പ്രൈസ്, അങ്ങനെയുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ ആ ലഭിക്കുന്ന ഇൻഫോർമേഷൻ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുക. അതിനെ നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദോസ് പീപ്പിൾസ്, ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് എക്സെട്ര ഹു ഹാവ് സം സീക്രട്ട് ഇൻഫോർമേഷൻ എബൌട്ട് ദ കമ്പനി. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള സീക്രട്ട് ഇൻഫോർമേഷൻ ലഭിക്കാവുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സും പ്രൊമോട്ടേഴ്സും മറ്റേ ആളുകളൊക്കെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അത് ആ സീക്രട്ട് ഇൻഫോർമേഷൻ്റെ അഡ്വാൻറ്റേജസ്, ആ നേട്ടം അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസൈഡർ ട്രേഡിംഗ് പരിശോധിക്കുക എന്നുള്ളതും സെബിയുടെ ഒരു ലക്ഷ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു ഇൻസൈഡർ ട്രേഡിങ് ജനറൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലേ? ഇപ്പോൾ കമ്പനിയുടെ ഇൻഫോർമേഷൻ കിട്ടുന്ന ആളുകൾ അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ജനറൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ചെക്ക് ദിസ് ടെൻഡൻസി. ഈ ഒരു ടെൻഡൻസി ചെക്ക് ചെയ്യേണ്ടത്, പരിശോധിക്കപ്പെടേണ്ടത് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ ഈ ഒരു ഇൻസൈഡർ ട്രേഡിങ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സ്റ്റെപ്സ് ആരെടുക്കുന്നുണ്ട്? സെബി എടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിവെൻഷൻ ആണ്. അതായത് മാൽ പ്രാക്ടീസസ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിൽ മാൽ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നേരിടുക എന്നുള്ളത്, അത് തന്നെയാണ് പ്രിവെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെബിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് കോമ്പാക്ട് ദ മാൽ പ്രാക്ടീസ് ഇൻ ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നടക്കാവുന്ന ആ ഒരു മാൽ പ്രാക്ടീസസ് ഒക്കെ നേരിടുക എന്നുള്ളത് തന്നെയാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ അവിടെ ഡീവിയേഷൻ ആൻഡ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ നോൺ അഡ്ഹിറൻസ് ഓഫ് കമ്പനീസ് ആക്ട് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നടക്കാവുന്ന കാര്യങ്ങൾ. കമ്പനികൾ ഈ നിയമം അനുസരിക്കാതിരിക്കുക, അതുപോലെ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളൊന്നും പാലിക്കാതിരിക്കുക, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസ് ഒക്കെ നേരിടുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ സെബി അത് ഇങ്ങനെ മാൽ പ്രാക്ടീസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ബിസിനസ്സിൻ്റെ തന്നെ ഒരു സെൽഫ് റെഗുലേഷൻ ഉണ്ടായിരിക്കും, അതും ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസും തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ഒരു മാൽ പ്രാക്ടീസസ് അവരെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അതിന് പുറമേ ഒരുപാട് ലക്ഷ്യങ്ങൾ സെബിക്ക് വരുന്നുണ്ട്. ചെക്ക് ഓൺ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ടു പ്രൊമോട്ടേഴ്സ് അറ്റ് എ വെരി ലോ പ്രൈസ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് പ്രൊമോട്ടേഴ്സിനെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നൽകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അല്ലേ? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇതിന് വളരെ കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സെബി പരിശോധിക്കും.
അതുപോലെ തന്നെ പ്രൊഹിബിറ്റ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും ഫ്രോഡുലൻ്റ് പ്രാക്ടീസസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അത് പ്രൊഹിബിറ്റ് ചെയ്യുക, അത് സെബിയുടെ ഒരു എയിമാണ്. കാരണം ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ മാർക്കറ്റ് പോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലും ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനീസിൻ്റെ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് വെരിഫൈ ചെയ്യുക, അവരുടെ ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് വെരിഫൈ ചെയ്യുക, പിന്നെ അവരെ ഈ ഒരു ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ അവരെ അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അതും സെബി തന്നെയാണ് വരുന്നത്. നമുക്കറിയാം സെക്കൻഡറി മാർക്കറ്റിലെ കമ്പനികൾക്ക് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ ട്രേഡ് നടത്തണമെങ്കിൽ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. അതായത് കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം, അവരുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഷെയർസ്. അപ്പോൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സും ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും ഒക്കെ വെരിഫൈ ചെയ്യുന്നത് സെബിയാണ്. അതുപോലെ തന്നെ എൻഷുർ കംപ്ലയൻസ് ഓഫ് ദ സെയിം ബൈ ദ കമ്പനീസ് അത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും സെബി തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും മറ്റേ സെക്യൂരിറ്റി മാർക്കറ്റിനകത്ത് വരുന്ന മറ്റെല്ലാ ഓർഗനൈസേഷനുകളുടെയും ഓഡിറ്റ്, അതുപോലെ എൻക്വയറീസ്, ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുന്നത് സെബിയാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ധാരാളം സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഓർഗനൈസേഷനുകളുടെയൊക്കെ ഓഡിറ്റ്, എൻക്വയറീസ്, ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഈ മുകളിൽ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഏതിലെ വരുന്നതാണ്? സെബിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെബിയുടെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്, അടിസ്ഥാന ലക്ഷ്യങ്ങളാണെന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് സെബി നോക്കാം. സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി നമ്മൾ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ, അതൊക്കെ തന്നെയാണ് സെബിയുടെ ഫങ്ഷൻസിലും നമുക്ക് വരുന്നത്. അപ്പോൾ സെബി ബേസിക്കലി പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്, അല്ലേ? സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി മാർക്കറ്റിലെ ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി സെബി ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെബിയുടെ ഫങ്ഷൻസ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്കതിനെ 3 പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് സെബിയുടെ ഫങ്ഷൻ. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് റെഗുലേറ്ററി ഫങ്ഷനാണ്. റെഗുലേറ്ററി ഫങ്ഷൻ, റെഗുലേറ്ററി ഫങ്ഷൻ. ദെൻ നമുക്ക് സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ.
തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ. അപ്പം നമുക്കിങ്ങനെ സെബിയുടെ ഫങ്ഷനെ നമുക്കിങ്ങനെ 3 പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം റെഗുലേറ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പം ഈ റെഗുലേറ്ററി ഫങ്ഷൻസ് സാധാരണ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ബിസിനസ്, ഇപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിലെ അല്ലെങ്കിൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ബിസിനസ്സിൻ്റെ ഫങ്ഷനിങ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്, ഈ റെഗുലേറ്ററി ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനും കോർപ്പറേറ്റുകൾക്കൊക്കെയുള്ള അവരുടെയൊക്കെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ആരെ, സെബി. അപ്പം നമുക്ക് റെഗുലേറ്ററി, ആ പേരിൽ തന്നെ മനസ്സിലാക്കാം, ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് ആണ് റെഗുലേറ്ററിയിൽ വരുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ് എന്നുള്ളത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും മറ്റ് ഉള്ള സെക്യൂരിറ്റി മാർക്കറ്റുകളുടെയൊക്കെ ബിസിനസ് നിയന്ത്രിക്കുക, ബിസിനസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് ആൻഡ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ഈസ് കൺട്രോൾഡ് ബൈ സെബി. അതായത് ബാങ്കേഴ്സിൻ്റെയും സബ് ബ്രോക്കേഴ്സിൻ്റെയും മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നത് സെബിയാണ്. അപ്പം അത് അവരുടെ ഒരു ധർമ്മമാണ്, അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയും സബ് ബ്രോക്കേഴ്സിൻ്റെയും ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റുകളുടെയും ബാങ്കേഴ്സ് ഓൺ ഇഷ്യൂ, ട്രസ്റ്റി ഓഫ് ട്രസ്റ്റ് ഡീഡ്, രജിസ്ട്രാറർ ടു എൻ ഇഷ്യൂ, മർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, മറ്റ് ഇൻ്റർമീഡിയറീസ്, അതായത് ഫിനാൻഷ്യൽ ഈ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഒരു ധർമ്മമാണ്. അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, പിന്നെ മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ടല്ലോ, അവരുടെ രജിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, അതും സെബിയാണ്, അതും സെബിയുടെ ധർമ്മമാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആൻഡ് കോർപ്പറേറ്റിൻ്റെ എഫിഷ്യൻ്റ് വർക്കിങ്ങിന് വേണ്ട കോഡ് ഓഫ് കണ്ടക്റ്റ്, അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളും ഗൈഡ് ലൈൻസൊക്കെ ഡിസൈൻ ചെയ്യുക, അതും സെബി തന്നെയാണ് ചെയ്യുന്നത്, സെബിയാണത് ചെയ്യുന്നത്. ഡിസൈൻഡ് ഗൈഡ് ലൈൻസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോർ എഫിഷ്യൻ്റ് വർക്കിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആൻഡ് കോർപ്പറേറ്റ്. അതുപോലെ തന്നെ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്പനിയുടെ ടേക്ക് ഓവറിന് വേണ്ട റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്, അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണ്യമായിട്ടുള്ള ഏറ്റെടുക്കലാണ് ഷെയർസ്, അതുപോലെ തന്നെ കമ്പനീസിൻ്റെ ടേക്ക് ഓവർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂൾസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെബിയാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഡിറ്റ് ആൻഡ് എൻക്വയറി, റെഗുലർ എൻക്വയറീസ് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, കോളിംഗ് ഫോർ ഇൻഫോർമേഷൻ, അതുപോലെ അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്ടിങ് ഇൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുടെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ഓഡിറ്റും എൻക്വയറീസൊക്കെ കണ്ടക്ട് ചെയ്യുക, അവർ ഇൻസ്പെക്ഷൻ നടത്തുക, അവരിൽ നിന്ന് ഇൻഫോർമേഷൻ ആവശ്യപ്പെടുക, ഇതൊക്കെ ചെയ്യുന്നത് സെബിയുടെ ധർമ്മമാണ്. അപ്പോൾ അതൊക്കെ ചുരുക്കി പറഞ്ഞാൽ എൻക്വയറീസ് ആൻഡ് ഓഡിറ്റൊക്കെ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുക, അത് സെബിയുടെ ഒരു ധർമ്മമാണ്. അതുപോലെ തന്നെ ഫീസും മറ്റ് ചാർജസ് ഒക്കെ ഈടാക്കുക, ലെവി ചെയ്യുക, അതും സെബിയുടെ ഒരു ഫങ്ഷനാണ്. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് സെബിയാണ്.
അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? സെബിയുടെ റെഗുലേറ്ററി ഫങ്ഷനുകളിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് സെബിയുടെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മറ്റേ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസിൻ്റെയും താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് അല്ലേ. നോക്കാം എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ വരുന്നത്. ഒന്ന് പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇൻസൈഡർ ട്രേഡിങ് പ്രിവെൻറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഇൻസൈഡർ ട്രേഡിങ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ കമ്പനീസ് അവരൊക്കെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്, അവരെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാനായിട്ട് അവരെ ആരംഭിക്കുക. എങ്ങനെ? ദേ ഹാവ് ആക്സസ് ടു ദ കോൺഫിഡൻഷ്യൽ പ്രൈസ് വിച്ച് റിസൾട്ട് ഇൻ അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി അല്ലേ. സെക്യൂരിറ്റിയുടെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കോൺഫിഡൻഷ്യൽ പ്രൈസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ലഭ്യമായിട്ടുള്ള അത് അവൈലബിൾ ആയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടേഴ്സും പ്രൊമോട്ടേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുക അവരുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡിങ്ങിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെബി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീസ് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് കമ്പനീസ് അവരുടെ ഷെയറുകൾ തന്നെ പർച്ചേസ് ചെയ്യുന്നത് ആരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്? സെബി റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ റെഗുലേറ്റ് റെഗുലർ ചെക്കപ്പ് ടു പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് അവോയ്ഡ് മാൽ പ്രാക്ടീസസ്. അപ്പോൾ മാൽ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുന്നതിനും ഇൻസൈഡർ ട്രേഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് റെഗുലർ ചെക്കപ്പുകളൊക്കെ ആര് നടത്തുന്നുണ്ട്? സെബി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് കമ്പനീസ് ടു ബൈ ദെയർ ഓൺ ഷെയർസ് ഫ്രം സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഷെയറുകൾ കമ്പനികൾ വാങ്ങിക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങും അതുപോലെ തന്നെ മാൽ പ്രാക്ടീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അവോയ്ഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് റെഗുലർ ചെക്കപ്പ് പരിശോധനകളൊക്കെ നടത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഇതാണ്. പിന്നെ വരുന്നത് ചെക്ക് പ്രൈസ് റിഗ്ഗിങ് ആണ്. പ്രൈസ് റിഗ്ഗിങ് അതിനെ തന്നെ നമ്മൾ പ്രൈസ് ഫിക്സിങ് എന്നുകൂടെ പറയും കേട്ടോ. പ്രൈസ് റിഗ്ഗിങ്, പ്രൈസ് റിഗ്ഗിങ് ഓർ പ്രൈസ് ഫിക്സിങ്. ഈ പ്രൈസ് റിഗ്ഗിങ് ഓർ പ്രൈസ് ഫിക്സിങ് എന്ന് പറയുന്നത് ഒരു മാൽ പ്രാക്ടീസസ് ആണ് കേട്ടോ. അതും എന്ത് തന്നെയാണ്? ഒരു മാൽ പ്രാക്ടീസസ് തന്നെയാണ് പ്രൈസ് റിഗ്ഗിങ്ങും അതുപോലെ തന്നെ പ്രൈസ് ഫിക്സിംഗ് എന്നൊക്കെ പറയുന്നത്. വിച്ച് ക്രിയേറ്റ് അൺറീസണബിൾ ഫ്ലക്ച്വേഷൻ ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് വിച്ച് റിസൾട്ട് ഇൻ എൻ ഇമ്മൻസ് ലോസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഓർ ട്രേഡേഴ്സ്. അപ്പോൾ ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഒരു വലിയ നഷ്ടം ഉണ്ടാക്കാവുന്ന രീതിയിൽ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സഹായകമാകുന്ന രീതിയിൽ സെക്യൂരിറ്റിയുടെ വിലയിൽ ഫ്ലക്ച്വേഷൻസ്, ഒരു അൺറീസണബിൾ ഫ്ലക്ച്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മാൽ പ്രാക്ടീസസിനെയാണ് നമ്മൾ പ്രൈസ് റിഗ്ഗിങ് അഥവാ പ്രൈസ് ഫിക്സിംഗ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലേ, പ്രൈസിൻ്റെ വില, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസിൻ്റെ വില വളരെയധികം അത് ഇൻക്രീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് ഒരുപാട് ഡിക്രീസ് ചെയ്യുന്നതിനോ സഹായകമാകാവുന്ന രീതിയിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ എന്തുണ്ടാക്കുക, ഒരു റീസണബിൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാൽ പ്രാക്ടീസസ് ആണ് പ്രൈസ് റിഗ്ഗിങ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വലിയൊരു നഷ്ടം അതിൻ്റെ ഫലമായിട്ട്
ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഒരു വലിയ നഷ്ടം ഉണ്ടാകാവുന്ന രീതിയിൽ ഇത് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റിഗ്ഗിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെബി കീപ് ആക്റ്റീവ് സർവെയിലൻസ് ഓൺ ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ പ്രൊമോട്ട് പ്രൈസ് റിഗ്ഗിംഗ്. അപ്പോൾ പ്രൈസ് റിഗ്ഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങൾ, അതിനെ ആ ഘടകങ്ങളെ ഒരു ആക്റ്റീവ് സർവീലൻസ്, അതായത് സജീവ നിരീക്ഷണം അതിൻ്റെ മേലെ നടത്തുക. അതുവഴി പ്രൈസ് റിഗ്ഗിങ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ് റിഗ്ഗിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അത് ആക്റ്റീവായിട്ട് സജീവമായിട്ട് അത് നിരീക്ഷണം നടത്തുക, അതിലൂടെ അത് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുന്നു. ദെൻ തേർഡ് വൺ പറയുന്നത് പ്രൊമോട്ട് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് ഫെയർ ട്രേഡ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ സർട്ടൻ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ആരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്? സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും റെഗുലേഷനുകളൊക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുവഴി ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഒരു ധർമ്മമാണ്. പിന്നെ വരുന്നത് പ്രൊവൈഡിങ് അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, അവർക്ക് അതിനെ സംബന്ധിക്കുന്ന അവയർനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചിട്ടും മണി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ് അത് ഇൻവെസ്റ്റേഴ്സിനെ ലഭ്യമാകുന്നതിന് വേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ധാരാളം ഓൺലൈൻ സെമിനാറുകളും ഓഫ്ലൈൻ സെമിനാറുകളൊക്കെ സെബി കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും സെബിയുടെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ നമുക്ക് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇൻസൈഡർ ട്രേഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു, പ്രൈസ് റിഗ്ഗിങ് ചെക്ക് ചെയ്യുന്നു, ഫെയർ ട്രേഡ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുന്നു, ദെൻ അവയർനെസ്, പ്രൊവൈഡിങ് അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡെവലപ്മെൻറ്റ് ഫങ്ഷനാണ്. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദീസ് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ സെബി ടു ഇംപ്രൂവ് ദ സെക്യൂരിറ്റി ഓഫ് ദ മാർക്കറ്റ് ത്രൂ ടെക്നോളജി. സാങ്കേതിക വിദ്യയിലൂടെ അല്ലെങ്കിൽ ടെക്നോളജിയിലൂടെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി അത് മെച്ചപ്പെടുത്തുക. അപ്പോൾ ടെക്നോളജിയിലൂടെ മാർക്കറ്റിൻ്റെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട കുറേ നടപടികൾ, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിൽ പറയുന്നത് എന്തൊക്കെയാ വെച്ചിങ്ങനെ, ഒന്ന് പ്രൊവൈഡിങ് ട്രെയിനിങ് സെഷൻ ടു ദ ഇൻ്റർമീഡിയറീസ് ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസിനെ എന്ത് കൊടുക്കുക? ട്രെയിനിങ് സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോഡ് ഓഫ് കണ്ടക്റ്റും കുറേ കാര്യങ്ങളുണ്ട്, വർക്കിങ്ങും ഫങ്ഷനിങ്ങും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക അവർക്ക്. അതുപോലെ തന്നെ ഫെയർ ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. റെസ്ട്രിക്ഷൻ ഓൺ മാൽ പ്രാക്ടീസസ് ഓഫ് എനി കൈൻഡ്, ഏത് തരത്തിലുള്ള മാൽ പ്രാക്ടീസസും റെസ്ട്രിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിമാറ്റ് ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഡിമെറ്റീരിയലൈസേഷൻ അത് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോണിക് മീൻസിലൂടെ പോവുക. അപ്പം അങ്ങനെയുള്ള ഡിമാറ്റ് ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകൾ വരുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിനകത്ത് വരുന്ന സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അവരെ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴി ഓൺലൈൻ ട്രേഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക സെക്യൂരിറ്റി മാർക്കറ്റിൽ, അല്ലേ? ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ. അപ്പോൾ അതിനെ ആരെ വെച്ചിട്ട്? രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൂടെ കേട്ടോ ഓൺലൈൻ ട്രേഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറേജ്,
ബ്രോക്കറേജ് കൊടുക്കുക, പോലെ കണ്ടക്ടിങ് റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡെവലപ്മെൻറ്റ് ഫങ്ഷനുകളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് സെബീനെ കുറിച്ചിട്ടാണ്. സെബിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം തന്നെ സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെബി ആക്ട് നിലവിൽ വരുന്നത് 30th January 1992 ആണ്. അതേ ഇയറിൽ തന്നെ അവരെന്ത് ചെയ്തു, ഈ ആക്ടിന് കീഴിലെ ഒരു ബോർഡ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ബോർഡാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഷോർട്ടായിട്ട് നമ്മൾ സെബി എന്ന് പറയും. അപ്പോൾ അതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ സെക്യൂരിറ്റി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ സെബിയാണ്. അപ്പോൾ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 12th April 1992 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ദെൻ അതിനെ ന്യൂഡൽഹി, കൽക്കത്ത, ചെന്നൈ ആൻഡ് അഹമ്മദാബാദിലെ റീജിയണൽ ഓഫീസസ് വരുന്നുണ്ട്. അതിന് പുറമെ ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ലോക്കൽ ബ്രാഞ്ച് ഓഫീസേഴ്സും വരുന്നുണ്ട് പ്രൊമിനൻ്റ് സിറ്റീസിൽ. പിന്നെ ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പുറമെ അവരെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ് ചെക്ക് ചെയ്യുന്നു, മാൽ പ്രാക്ടീസസ് ഒക്കെ അത് എന്ത് ചെയ്യാം, അവോയ്ഡ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീവിയേഷൻ ഓർ വയലേഷൻ ഓഫ് റൂൾസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂൾസ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് വയലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. പിന്നെ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സും ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും വെരിഫൈ ചെയ്യുന്നു, കമ്പനികൾ അത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി മാർക്കറ്റും മറ്റ് ഓർഗനൈസേഷനുകളുടെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകളുടെ ഇൻസ്പെക്ഷൻ നടത്തുക, എൻക്വയറി നടത്തുക, ഓഡിറ്റ് നടത്തുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ആണ് സെബിയുടെ ഫങ്ഷൻസിലും പറയുന്നത് ആ ത്രീ ബേസിക് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് പറയുന്നത് അല്ലേ. 3 ബേസിക് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്, പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. അതല്ലേ 3 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ സെയിം തന്നെയാണ് നമുക്ക് എന്തായിട്ടും വരുന്നത്, ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഒന്ന് റെഗുലേറ്ററി ഫങ്ഷൻ, മറ്റൊന്ന് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ. അതിലെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ നമുക്ക് വരുന്നത് ഇൻസൈഡർ ട്രേഡിങ് അത് പ്രിവെൻറ്റ് ചെയ്യുക, പ്രൈസ് റിഗ്ഗിങ് ചെക്ക് ചെയ്യുക, ഫെയർ ട്രേഡ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക, അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. റെഗുലേറ്ററി ഫങ്ഷൻസിൽ വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റുകൾ കൺട്രോൾ ചെയ്യുക, പിന്നെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ രജിസ്ട്രേഷൻ, അവരുടെ വർക്കിംഗ് അത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുടെയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് വരുന്നുണ്ട്. നമുക്ക് ന്യൂ ഫേംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ ആ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, അവരുടെ രജിസ്ട്രേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ കോർപ്പറേറ്റുകൾക്കും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെയും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട പെരുമാറ്റച്ചട്ടങ്ങളും ഡിസൈൻ ചെയ്യുക. പിന്നെ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതും ഷെയറിൻ്റെ അക്വിസിഷനൊക്കെ ആയിട്ടുള്ള റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, റെഗുലർ എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, ഫീസ് ആൻഡ് മറ്റ് ചാർജസുകൾ ലെവി ചെയ്യുക എന്നുള്ളതൊക്കെയാണ്.
ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിൽ നമ്മൾ കണ്ടതാണ് ട്രെയിനിങ് സെഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇൻ്റർമീഡിയറീസിനെ ഫെയർ ട്രേഡിങ് പ്രൊമോട്ട് ചെയ്യുക, മാൽ പ്രാക്ടീസസ് റെസ്ട്രിക്റ്റ് ചെയ്യുക, ഡിമാറ്റ് ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യുക, ഓൺലൈൻ ട്രേഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ കണ്ടക്റ്റിംഗ് റിസർച്ചുകൾ കണ്ടക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.